Welcome to my YouTube channel. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. പോപ്കോൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു അടപ്പുള്ള പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം പ്രഷർ കുക്കർ ആയിരുന്നാലും മതി. അതിൻ്റെ വിസിലൊന്ന് മാറ്റിയതിന് ശേഷം യൂസ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ചൂടാവട്ടെ. ഇതുപോലെ കോൺ കേർണൽസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/4 കപ്പാണ് പോപ്കോൺ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 കപ്പ് ചോളവും ചേർക്കാം. ഞാൻ 1/4 കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓയിലിൽ ഇങ്ങനെ സിങ്കായി കിടക്കണം. അപ്പോഴായിരിക്കും പോപ്കോൺ തയ്യാറാവുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ പോപ്കോൺ ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് പോപ്കോൺ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ പോപ്കോൺ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. ഇതിൽ എയർ ഹോൾ ഉണ്ട്. പോപ്കോൺ കംപ്ലീറ്റ്ലി പൊട്ടുന്നത് വരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇത് പൊട്ടുന്ന ശബ്ദം ടോട്ടലി നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പോപ്കോൺ കംപ്ലീറ്റ്ലി പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ പല ഫ്ലേവറിലുള്ള പോപ്കോൺ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ 1-2 മിനിറ്റ് കൊണ്ടാണ് ഈ പോപ്കോൺ തയ്യാറായത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.